ഹൗ ടു ബിൽഡ് എ ക്ലോത്തിങ് ബ്രാൻഡ്. എങ്ങനെ നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ടീഷർട്ടാണ്. എങ്ങനെ നമുക്കൊരു ടീഷർട്ട് സപ്ലയറെ ലഭിക്കും? അതിനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലുള്ള B2B പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യ മാർട്ടാണ്. ഇന്ത്യ മാർട്ട് പോലുള്ള B2B പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നിരവധി ടീഷർട്ടുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സപ്ലയേഴ്സിനെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ മിനിമം ക്വാണ്ടിറ്റി ചോദിച്ച് അവരെ നിന്നൊരു സാമ്പിൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ചെന്ന് കളക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അവർ സാമ്പിൾ തരും. ആ ഒരു ക്ലോത്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു മാനുഫാക്ചറെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു മാനുഫാക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഈറ്റ് പ്രസ് മെഷീൻ പർച്ചേസ് ചെയ്യാമെന്നാണ്. നമുക്ക് ഈ ഒരു DTF പ്രിൻറ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടൊരു ഈറ്റ് പ്രസ് മെഷീൻ വേണം. ഈറ്റ് പ്രസ് മെഷീൻ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആമസോണോ അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈറ്റ് പ്രസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരവധി മെഷീൻസ് കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള സൈസ്, നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ട ആ ഒരു സൈസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ DM ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് എന്താണോ ഡൗട്ട് അത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഈറ്റ് പ്രസ് മെഷീൻ മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് DTF പ്രിൻ്റർ പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നല്ല രീതിക്കുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് DTF പ്രിൻറ്റിംഗ് മെഷീനൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് 60,000 രൂപയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു മെഷീൻ ഒരു 2 ലക്ഷമോ 4 ലക്ഷം രൂപയൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് DTF പ്രിൻറ്റിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യാനുള്ള ക്യാഷ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിൽ തന്നെ DTF സ്റ്റിക്കറായിട്ട് തരുന്ന സപ്ലൈസ് ഉണ്ട്. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം അവരോട് മിനിമം ക്വാണ്ടിറ്റി ചോദിക്കുക. അതിൻ്റെ സാമ്പിൾ പർച്ചേസ് ചെയ്യുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സാമ്പിൾ നിങ്ങളുടെ ടീഷർട്ടിൽ നിങ്ങൾ ഈറ്റ് പ്രസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉറപ്പ് നല്ലതാണെന്നുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം അവരിൽ നിന്ന് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുക. അപ്പോൾ എന്തോ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ബൾക്കായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ ഡയറക്റ്റ് ഓഫ്ലൈനായിട്ട് ചെന്ന് കളക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഡൽഹിയിലൊക്കെ ഉള്ള സപ്ലൈസിനാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പിൾ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കി ആ ഒരു സപ്ലയർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡീലർ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ബാക്കി വീഡിയോസിൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോസ് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിരവധി ഇൻഫർമേഷൻ നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.